അസ്സലാമലൈക്കും ഹായ് ഓൾ. അപ്പോൾ ഞാൻ കാസ്റ്റേൻ്റെ കുറച്ച് പാത്രങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ എന്നോട് പേഴ്സണലായിട്ടും എല്ലാവരെയും പറഞ്ഞു ഇതിലുണ്ടാക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ദോശയൊക്കെ ഉണ്ടാക്കുന്നത്, പത്തിരി ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണിക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ അതാണിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അരി അരച്ച് ചുട്ട പത്തിരി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ രണ്ട് മെത്തേഡിൽ ഞാൻ ചുടുന്നുണ്ട്. ഇത് ഞാൻ അരി തിളച്ച വെള്ളത്തിൽ കുതിർത്തി 4-5 മണിക്കൂർ കഴിഞ്ഞത് ഉപ്പും വെള്ളം കൂട്ടി അരച്ചതാണ്. ചോറ് വെക്കുന്ന അരി കേട്ടോ. നമ്മൾ സാധാരണ നാട്ടിൽ പുഴുങ്ങലരി എന്ന് പറയില്ലേ, ആ അരിയാണിത്. ആ അരി ഇങ്ങനെ അരച്ചതാണ്. രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് ഞാനിതാ ഇങ്ങനെ ഇതിൽ ഒഴിക്കുന്നുണ്ട് ഒരു മെത്തേഡിന് വേണ്ടിയിട്ട്. വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാ ഇതിൽ ഞാൻ ഈ നല്ലൊരു ടവലിൽ ഞാൻ ഒഴിക്കുകയാണ് കേട്ടോ. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിലാണ് ഒഴിക്കുന്നത് കേട്ടോ. ഈ ഒരു ടവലിൽ ഞാൻ അരച്ച അതേ മാവ് ഒഴിക്കുകയാണ്. എന്നിട്ട് അത് ഒഴിച്ചിട്ട് അതിൽ വെള്ളം പോകാനായിട്ട് ഞാനിത് ആ ടവലുകൊണ്ടൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇനി നീർദോശ, നമ്മൾ സാധാരണ അരി അരച്ച ദോശയില്ലേ, ഇത് ഒരു കപ്പ് അരിക്കാണ്. ഒരു കപ്പ് അരിക്ക് 2 സ്പൂൺ തേങ്ങ, 1 സ്പൂണ് ചോറും കൂട്ടി, ഈ ഒരു കപ്പ് അരിക്ക് ഈ സ്പൂണിൽ 2 സ്പൂണ് തേങ്ങ, 1 സ്പൂണ് ചോറ്, ലേശം ഉപ്പ്, വെള്ളം അങ്ങനെ കൂട്ടി അരച്ച് വെച്ചതാണ് കേട്ടോ. ഇനി ഇത് ഗോതമ്പ് ദോശ. ഗോതമ്പ് മാവിൽ ഉപ്പും വെള്ളവും ലേശം തേങ്ങയും കൂടിയിട്ട് ഞാൻ മിക്സിയിൽ അടിച്ചാണ്. എന്നാൽ അപ്പോൾ അത് എളുപ്പം വേഗം കറക്റ്റായിട്ട് ഇതായി കിട്ടും. അതാണ് ഞാൻ മിക്സിയിൽ അടിച്ചത്. ഇനി ഇതേ ചട്ടിയിൽ തന്നെ ചപ്പാത്തിയും കൂടി ഉണ്ടാക്കുന്നു. അരി അരിച്ച് പത്തിരി ഉണ്ടാക്കാനായിട്ടുള്ള മാവ് ഒഴിച്ച ഈ പാത്രത്തിലേക്കില്ലേ, ഇതാ ഞാൻ പറയാം, ഇത് ആമീസ് പത്തിരിപ്പൊടി. ഇത് കണ്ണൂർക്കാരുടെ ഒറോട്ടി പൊടിയാണ് കേട്ടോ. അത് അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അവർ ചോറ് വെക്കുന്ന അരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് വെച്ചാൽ 8 കിലോ നമ്മൾ സ്റ്റോറിലരിയോ അല്ലെങ്കിൽ പുഴുങ്ങലരിയോ ഉപയോഗിച്ച് അതിൽ 2 കിലോ പച്ചരി ഇട്ടിട്ട് പൊടിപ്പിച്ചാണ് ഞാൻ കൊണ്ടുവരാറ്. ഇതിപ്പോൾ ഈ ഇതിലേക്ക് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ബാറ്റർ ഒന്ന് കട്ടിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൊടി ഇട്ടിട്ട് കുഴച്ചുകൊണ്ട് മാവ് റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇതും നിങ്ങൾക്ക് ചെയ്യാം. ഈ പൊടി ഇല്ലെങ്കിൽ ഈ ടർക്കിയിൽ ഒഴിച്ചിട്ട് മാവ് ശരിയാക്കിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് അരി അരച്ച പത്തിരി ചൂടാം. അപ്പോൾ ഈ ആമീസ് പത്തിരി പൊടി ഇതിനകത്ത് ഇട്ടിട്ട് ഇത് മാവ് ശരിയാക്കാണ് കേട്ടോ. അപ്പോൾ ഈ ആമീസ് പത്തിരി പൊടി നാട്ടിലും കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെയും കിട്ടുന്നുണ്ട്, നാട്ടിലും കിട്ടുന്നുണ്ട്. ഇത് ആ പൊടി ആമീസ് പൊടി ഇട്ടിട്ട് ഇതാ ഇങ്ങനെ ഒരു ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരിദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണോ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് മാവ് നല്ലോണം കലക്കുക. അപ്പോൾ ഈ ദോശ നല്ല ലൂസായ കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. അതുപോലെ ഇങ്ങനെ വേണം. ചൂടായ പാനിലേക്ക് ഒരു ലേശം എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് ഞാനൊരു ടിഷ്യൂ ഉണ്ട്, ഇത് മുഴുവൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് മാവ് ഒഴിക്കുകയാണ് കേട്ടോ. ഇത് അടച്ചു വെക്കാം. വീഡിയോയിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ തവ എവിടുന്നാണ് വാങ്ങിയത് എന്നുള്ളത്. ഇത് ഞാൻ എത്രയോ വർഷമായി എൻ്റെ കയ്യിലുള്ളതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു ഫ്രണ്ട് ചെന്നൈയിൽ നിന്ന്, എൻ്റെ ഒരു ഫ്രണ്ട് ഷീജ ചെന്നൈയിൽ നിന്ന് കൊണ്ടു തന്നതാണ് 10-12 വർഷം മുമ്പേ. അതന്നെയാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ എവിടുന്നാണ് വാങ്ങിയെന്നൊക്കെ. ഇത് തുറന്ന് നോക്കാം. ഇതപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ തുറന്ന് നോക്കാം. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 സെക്കൻഡ് വെക്കുമ്പോഴേക്കും ഇത് സൈഡിൽ നിന്ന് വിട്ട് വന്ന് കണ്ടില്ലേ. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി ലേശം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ എണ്ണൻ്റെ ആവശ്യമില്ല. മറിച്ചിട്ട് വേവിക്കുന്നവർക്ക് വേവിക്കാം, പക്ഷെ ഞാൻ മറിച്ചിടാറില്ല. ഇതിങ്ങനെ തന്നെ മതി. അപ്പോൾ ഇത് നമുക്ക് എടുക്കാം. ഇതാ നമ്മൾ എത്ര ഇത് തേച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ.